മന്ത്രിക്ക് കീഴിലുള്ളവരാണ് ഇവർ. മന്ത്രി രാജിവെക്കണം. ഒരു ജനാധിപത്യത്തിൽ സാമാന്യ മര്യാദയാണ്. കേരളത്തിൽ മുമ്പ് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഞാൻ പേരുകൾ പറയുന്നില്ല, ഒരുപാട് പേർ അങ്ങനെ രാജിവെച്ചിട്ടുണ്ട്. രാജിവെക്കണം. അതോടൊപ്പം മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും ഇതിൽ വഹിച്ചിട്ടുള്ള റോൾ ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ കെ പി, ഇന്നലെ ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിൽ പറഞ്ഞിരിക്കുന്നത് കേവലം ഞങ്ങൾ കോഴ കൊടുത്തു എന്നല്ല, പകരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി, മിനിമം 4 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഗുണ്ടാ പിരിവാണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, എങ്ങനെയാണോ ബോംബെയിൽ ഹഫ്ത പിരിക്കുന്നത് അതേപോലെ മന്ത്രിമാർ നേരിട്ട് ബാറുടമകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഹഫ്ത പിരിക്കുന്നു. ഇതൊരു ഗുണ്ടാഭരണമാണ് ഇവിടെ നടക്കുന്നത്. രാജാവ് പറയുന്നിടത്ത് പണം കൊടുക്കുക, അതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഇതാണ് ബിജു രമേശ് ഉപയോഗിച്ച വാക്ക്. രാജാവ് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കേണ്ടത് മാണി എന്നാണോ, അതല്ല എക്സൈസ് വകുപ്പിന്റെ രാജാവ് എന്നാണോ, അതല്ല UDF മന്ത്രിസഭയിലെ മന്ത്രിസഭയുടെ രാജാവ് എന്ന അർത്ഥത്തിലാണോ? അതിനു മുമ്പ് പറഞ്ഞല്ലോ പോലീസിനകത്ത് നല്ല ആളുകളുണ്ടെന്ന്. വളരെ സന്തോഷം, പോലീസിനകത്ത് നല്ല ആളുകളുണ്ടെന്ന് പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധത്തിനെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ കേരളത്തിലെ പോലീസിനെ കുറിച്ച് മുഴുവൻ ആക്ഷേപം പറഞ്ഞ ആളുകളാണ് CPM. TP ചന്ദ്രശേഖരന്റെ ഘാതകരെ പിടിച്ചപ്പോൾ കേരളത്തിലെ പോലീസ് ഉമ്മൻചാണ്ടി പറയുന്നത് പോലെ കേൾക്കുന്നു എന്ന് പറഞ്ഞ ആളുകളാണ്. അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂരായി. അല്ല, ആഭ്യന്തര വകുപ്പ് ആരാണെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയാണല്ലോ. അപ്പൊ പോലീസിനെ എന്തിനെക്കുറിച്ചും, പോലീസിനെന്നല്ല എന്തിനെക്കുറിച്ചും സ്ഥായിയായ ഒരു അഭിപ്രായം വേണം. സ്ഥായിയായ അഭിപ്രായം ഇല്ലാത്തതാണ് കഴിഞ്ഞ ദിവസം PB കൂടിയപ്പോഴും സെൻട്രൽ കമ്മിറ്റി കൂടിയപ്പോഴും അടവ് നയങ്ങൾ പാളിച്ചകളായിരുന്നോ പിഴവുകളായിരുന്നോ എന്ന് ചർച്ച ചെയ്യേണ്ടി വന്നത്. അപ്പൊ CPM എന്ന് പറയുന്ന പാർട്ടി അല്ല, എപ്പോഴും ഞാൻ തരാം, മറുപടി തരാം, സമയം തന്നാ മതി. എപ്പോഴും എടുത്തിട്ടുള്ള തീരുമാനം, ഒരു തീരുമാനം പറയും, 2 ദിവസം കഴിയുമ്പോൾ തെറ്റാണെന്ന് പറഞ്ഞ് മാറ്റി പറയും. അതേപോലെ തന്നെ ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനവും മാറ്റി പറയും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഇതിനകത്ത് ഞാൻ പറയട്ടെ, എന്തിന് KM മാണി രാജിവെക്കണം? ഞാൻ പറഞ്ഞല്ലോ, ഇതേക്കുറിച്ച് ഗവൺമെന്റ് അന്വേഷിക്കാതിരുന്നോ? കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഒരു പരാതി കൊടുത്തു വിജിലൻസിന്. ആ പ്രതിപക്ഷ നേതാവ് പരാതി കൊടുത്തു. ഒരു നിമിഷം പോലും വൈകാതെ ആ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് വരട്ടെ. പിന്നെ ആരോപണം, വഴിയിൽ പോകുന്നവനൊക്കെ പറയുന്ന ആരോപണങ്ങൾ കേട്ട് രാജിവെക്കാൻ നിന്നാൽ ഈ രാജ്യത്ത് അതിനേ നേരം ഉണ്ടാവുള്ളൂ. 5 കോടി എന്ന് പറഞ്ഞു, 20 കോടി എന്ന് പറഞ്ഞു, നാളെ എന്റെ ഇടയ്ക്ക് അരുണ് പറഞ്ഞു ഇപ്പൊ 100 കോടിയായി എന്ന്. ഇതിങ്ങനെ കൂടിക്കൂടി വരിക. ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഞാൻ ഒരൊറ്റ കാര്യം കൂടി, ഈ ആരോപണം ഉന്നയിക്കാനായിരുന്നുവെങ്കിൽ, ഈ ആരോപണം വസ്തുനിഷ്ഠമായിരുന്നുവെങ്കിൽ ഇവർ ഈ ആരോപണം ഉന്നയിക്കേണ്ടത് ഇങ്ങനെയാണോ? ഏറ്റവും മിനിമം മാധ്യമം ഇവർ പറയുന്നത് തെളിവ് പോലീസിന് കൊടുത്താൽ ചിലപ്പോൾ തെളിവ് നശിപ്പിക്കപ്പെടുമെന്ന്. തെളിവ് നശിപ്പിക്കാതെ സൂക്ഷിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ ഈ ആധുനിക യുഗത്തിലുണ്ട്, എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അല്ല, ഒന്നും വേണ്ട. ഈ പറയുന്ന ബിജു രമേശിന് പത്രക്കാരെ വിളിച്ചുകൂട്ടി അവർക്ക് മുമ്പിൽ ഹാജരാക്കാമായിരുന്നല്ലോ തെളിവുകൾ. ഹാജരാക്കിയില്ലല്ലോ. ബിജു രമേശ് ഒരു വെളിപാട് വന്നതുപോലെ ഒരു ദിവസം ഒരു ചാനൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു, ഞങ്ങള് കോഴ കൊടുത്തിട്ടുണ്ട്. ആർക്ക് കൊടുത്തു? KM മാണിക്ക് ഇതുവരെ ഉന്നയിച്ച എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡിഫൻസിന്റെ സ്വഭാവമുണ്ട്. കൃത്യമായി തന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വാദം പൊളിഞ്ഞുപോയി. അതായത് ബിജു രമേശ് ഈ ആരോപണം ഉന്നയിച്ചത് മാധ്യമത്തിലാണ്. അങ്ങ് പറഞ്ഞതുപോലെ മാധ്യമത്തിന് മുന്നിൽ തന്നെയാണ് വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് ആരുടെ പേരും പറയാം. KP യുടെ പേരോ സുധീറിന്റെ പേരോ പറയാനുള്ള സാധ്യത എന്തായാലും കാണാൻ സാധ്യതയില്ല. അല്ല, ആരുടെ പേരും ഉന്നയിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഈ പറയുന്ന ആളുകൾ. കാരണം കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി ആസ്തി ഉണ്ടാക്കി വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ആളുകൾക്ക് ഒരു ദിവസം ഈ പറയുന്ന വരുമാനം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേവലാതികൾ. ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന കോഴ വാങ്ങി എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കോഴ വാങ്ങിയിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു ബാർ അടയ്ക്കാതിരിക്കുന്നുണ്ടോ? ഗവൺമെന്റ് ആ തീരുമാനമെടുത്തോ? ആരെങ്കിലും ഇതിനകത്ത് കോഴ വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ 730 ബാറുകൾ ക്യാൻസൽ ചെയ്യുവാനുള്ള തീരുമാനമെടുക്കുന്ന ദിവസം ആരുടെയെങ്കിലും ഒരു ഡിസെൻഡിങ് വന്നോ? ഒരാളും ഡിസെൻഡിങ് പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന മുന്നണിയിലുള്ള മുഴുവൻ ഘടകകക്ഷികളും ഏകകണ്ഠമായിട്ട് തീരുമാനമെടുത്തു. സുധീരൻ കൊണ്ടുവന്ന ഈ സുധീരമായ തീരുമാനത്തെ അട്ടിമറിക്കാൻ മുന്നണിയിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത് കഴിഞ്ഞ കുറെ ചർച്ചകളിലൂടെ നമ്മൾ വ്യക്തമാക്കിയതാണ്. സാമ്പത്തിക പ്രതിസന്ധി എന്ന വലിയൊരു പാമ്പിനെ കാണിച്ച് കഴിഞ്ഞ 2 മാസമായി ഖജനാവ് കാലിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞ മന്ത്രിയാര്? പേര് ഞാൻ പറയണോ? നമ്പർ 2, എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്താണ്? നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടെന്നാണ്. എന്താണ് മുഖ്യമന്ത്രി പറയുന്നത്? പ്രായോഗികത എന്ന വാദം ഉന്നയിച്ചത്. ഇവരുടെ നേരെയാണ് അഴിമതിയുടെ ആരോപണം. അത് KPയുടെ നേരെയോ സുധീറിനു നേരെയോ അല്ല. അല്ല, ഇതിനകത്ത് ഞാൻ ചോദിച്ചല്ലോ, ഞാൻ ആവർത്തിക്കുന്നു, ഈ പറയുന്ന കോഴ സത്യമാണ് എങ്കിൽ ഈ പറയുന്ന ആളുകൾ ആരെങ്കിലും ഒരാൾ
ഇതിനകത്ത് ഈ ബാറുകൾ കൊടുക്കേണ്ട എന്ന് അന്നൊരു തടസ്സവാദം ഉന്നയിക്കാമായിരുന്നല്ലോ. Right. ഒരാൾ പോലും തടസ്സവാദം ഉന്നയിച്ചിട്ടില്ലല്ലോ. ഒരിക്കലുമല്ല. ഒരു പോലീസുകാരനെതിരെ ഒരു അഴിമതി ആരോപണം ഉണ്ടായി കഴിഞ്ഞാൽ അയാളോട് തന്നെ സ്വയം അന്വേഷിച്ചിട്ട് ഒരു തീരുമാനം കണ്ടെത്താൻ പറയുന്നതിന് തുല്യമല്ലേ നമ്മൾ ഈ റൂളിംഗ് പാർട്ടിക്കെതിരെയുള്ള ഒരു ആരോപണം റൂളിംഗ് പാർട്ടി തന്നെ അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലുള്ള പോലീസ് തന്നെ കണ്ടെത്തിയാൽ? ഇപ്പൊ നിങ്ങളടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്ന ഒരു സംശയം, അതിനകത്ത് സത്യമില്ല എങ്കിലും വാസ്തവമില്ല എങ്കിലും ഉമ്മൻചാണ്ടിയുടെ കീഴിലിരിക്കുന്ന പോലീസ് അന്വേഷിച്ചാൽ സത്യം കണ്ടെത്തൂ എന്നുള്ളതിന് CPM പറയുന്നു CBI അന്വേഷിക്കേണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ പറയുന്ന കോഴ വിവാദവുമായി ആരോപണവുമായി കടുത്ത ബന്ധമുണ്ട്. CPM എന്ത് തീരുമാനം എടുക്കുന്നു അല്ലെങ്കിൽ CPM ഇതിനെതിരെ പിന്നെ ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം പറയുന്നതെന്നല്ല നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ ജനാധിപത്യ വ്യവസ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഇവിടെ ഭരണത്തിലിരിക്കുന്ന ആളുകളെ ഭരണം നടത്തുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാതെ ഭരണത്തിലിരിക്കുന്ന ആളുകൾ ഏകപക്ഷീയമായി ഒരു തീരുമാനവും ഒരു കാലത്തും എടുത്തിട്ടില്ല. അങ്ങനെ എടുക്കുവാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു ഭരണത്തിനും സാധിക്കുകയുമില്ല. ശ്രീ ബാബുരാജ്, ഈ മദ്യനിരോധനം സംബന്ധിച്ച് ശ്രീ KM മാണി വിവിധ സമയങ്ങളിൽ എടുത്തിരിക്കുന്ന നിലപാടുകളുടെ വേരിയേഷൻസ് വളരെ പ്രകടമാണ്. കൃത്യമായി സുധീറിനോടൊപ്പമോ കൃത്യമായി ഉമ്മൻചാണ്ടിക്കൊപ്പമോ ഇദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് നിലനിന്നിട്ടില്ല. പല തവണയായി അത് വേരി ചെയ്യുന്നത് കാണാം. ഒരേ സമയം പറയുന്നു മദ്യവർജനം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം, സമ്പൂർണ്ണ മദ്യനിരോധനമാണ് ലക്ഷ്യം, പക്ഷേ ഘട്ടം ഘട്ടമായി മാത്രമേ നടപ്പാക്കൂ. ബിജു രമേശ് പറയുന്നു ഘട്ടം ഘട്ടമായി തന്നെയാണ് ഞങ്ങൾ നടപ്പാക്കാൻ വേണ്ടി കാശ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ആരോപണങ്ങൾ എവിടെയൊക്കെയോ തമ്മിൽ സിൻക്രണൈസ് ചെയ്യുന്നില്ലേ, ചേർന്ന് പോകുന്നില്ലേ എന്നതാണ് ചോദ്യം. ഭാരതത്തിൽ സംസ്ഥാന പാർട്ടികൾ ഭരിച്ച തെലുങ്ക് ദേശം, അണ്ണാ DMK, ലാലു പ്രസാദ് യാദവ് തുടങ്ങിയുള്ള മുഖ്യമന്ത്രിയെ ഭരിച്ച സംസ്ഥാനത്ത് പ്രാദേശിക കക്ഷി നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിന്ന് ഒരു ലവലേശം ആരോപണത്തിന് അടിമപ്പെടാത്ത കേരള രാഷ്ട്രീയത്തിലെ അതികായനായ നേതൃത്വത്തിന് ഉടമയാണ് മാണി സാറ്. അദ്ദേഹത്തിനെ പറ്റി ഈ ആരോപണം വന്നിട്ടുള്ള തന്നെ മുമ്പ് സരിതയ്ക്ക് നേരെ ബിജു രാധാകൃഷ്ണൻ ഉന്നയിച്ച പോലെ ഇപ്പോൾ CPM കൊണ്ടു നടക്കുന്ന ബിജു രാധാകൃഷ്ണന്റെ ഗതികേടിലേക്ക് എത്തിപ്പെടുകയും രാഷ്ട്രീയമായി CPM അതേ അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിൽ തർക്കമില്ല. മാണി സാർ ഈ കാര്യത്തിൽ സുതാര്യമായ നടപടി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആന്റണി രാജു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ കേസ് കൊടുക്കും, നാളെ കേസ് കൊടുക്കും, മറ്റന്നാൾ കേസ് കൊടുക്കും. ഇതുവരെയും എൻ്റെ അറിവിൽ ബിജുവിനെതിരെ കേസ് കൊടുത്തിട്ടില്ല. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ ആലുവ പാലസിൽ വെച്ച് നടന്ന മന്ത്രിസഭയുടെ പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ജനറലുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനിച്ചിരിക്കുന്നത് ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യേണ്ട എന്നാണ്. ഞങ്ങളുടെ ഉന്നതാധികാര സമിതി കഴിഞ്ഞ ദിവസം കൂടിയിട്ടുണ്ട്. ഇതിനെതിരെ കേസ് കൊടുക്കാൻ തന്നെ സമിതി തീരുമാനിച്ചിട്ടുള്ള 5 അംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു സംശയം ഇപ്പോഴും നമ്മൾ ഉയർന്നു കേൾക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യാൻ സാധ്യതയുള്ളത് ഉമ്മൻചാണ്ടിക്ക് തന്നെയാണെന്നാണ്. അങ്ങനെ ഒരു ആരോപണമുണ്ടോ? ഇതിന്റെ എല്ലാ മുഴുവൻ ദോഷങ്ങളും CPM-ന്റെ മേലേക്ക് വരിക. എന്തായാലും ഞങ്ങൾ ഇത് CPM-ലേക്കില്ല, ഇടതുപക്ഷത്തേക്കില്ല. അതാണ് വാക്കിന്റെ അർത്ഥം. എന്നിൽ ഒതുങ്ങുന്ന കാര്യമല്ലല്ലോ സർ. ആ പറഞ്ഞതിനകത്ത് നമുക്ക് ഒരു നിമിഷം ചിരിച്ചു തള്ളാമെങ്കിലും അതിന് പിന്നിലൊരു കാര്യമുണ്ട്. ഞാൻ മാത്രമല്ല ചിരിക്കുന്നു, കേരളമാകെ ചിരിച്ചുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് ഓരോ ദിവസവും ആരോപണം. ഇപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ആരോപണം വരാൻ വേണ്ടി പോകുന്നത് മന്ത്രിമാർക്കെതിരെ. ഇപ്പം മത്സരിച്ച് കട്ടുകൊണ്ടിരിക്കുകയാണ്, അതാ പ്രശ്നം. ഇപ്പോൾ ഇവിടെ കേരള പോലീസിനെ കുറിച്ചുള്ള അഭിപ്രായം മാറിയത് എനിക്കല്ല, ഞങ്ങളുടെ പാർട്ടിക്കുമല്ല, DYFIക്കും അല്ല. ഞങ്ങൾ നേരത്തെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായപ്പോൾ ചാനൽ ചർച്ചയിൽ പരസ്യമായി കേരള പോലീസിനെ വിമർശിച്ച വ്യക്തി കൂടിയാണ് ഈ അനിൽകുമാർ. അത് മറക്കേണ്ടതില്ല. അന്ന് അദ്ദേഹം A ഗ്രൂപ്പായിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഇപ്പോൾ I ഗ്രൂപ്പായി. അങ്ങനെ ഗ്രൂപ്പ് മാറുന്നതിനനുസരിച്ച് പോലീസിനെ വിലയിരുത്തുന്നവരല്ല ഞങ്ങൾ. ഇത്തരമൊരു വിഷയത്തിൽ അവിടെ ഒരു വ്യക്തി ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ഇത്തരമൊരു വിഷയത്തിൽ അന്വേഷണം എങ്ങനെയായിരിക്കണം? കോഴ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, ഇതിലാർക്കും സംശയമില്ല. അഴിമതി നടത്തിയാൽ പിടിക്കപ്പെടണം, ഇതിലാർക്കും എതിരഭിപ്രായം ഇല്ലല്ലോ. അനിൽകുമാറിനും എതിരഭിപ്രായമില്ല, ഈ ചർച്ചയിൽ പങ്കെടുത്തവർക്കില്ല, ഇവിടെ ഇരിക്കുന്ന ആർക്കും ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഇത് കണ്ടെത്തുക? ഇത് മാത്രമാണ് ഇപ്പോൾ പ്രശ്നം. ഇത് കണ്ടെത്താൻ ഒരു മന്ത്രി, അതും ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന്റെ കീഴിലുള്ള സംവിധാനം വെച്ച് അന്വേഷിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യത്തിൽ ശരിയല്ല എന്ന് ജനങ്ങൾക്ക് ഒരുപോലെ പറയാൻ വേണ്ടി പറ്റും. വകതിരിവുണ്ടെങ്കിൽ മതി, വേറെ അതിൻ്റെ കൂടുതൽ നിയമ പാണ്ഡിത്യമോ അല്ലെങ്കിൽ മറ്റൊന്ന് പാണ്ഡിത്യമൊന്നും വേണ്ട. വകതിരിവുള്ള ഒരു സാധാരണ മനുഷ്യന് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് അച്യുതാനന്ദൻ. നേതാവായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കിയത്. അപ്പൊ പാർട്ടി വിലക്കണമായിരുന്നു. എന്തിന് അച്യുതാനന്ദൻ വിജിലൻസിന് കത്ത് കൊടുത്തു? അന്വേഷിക്കാൻ വേണ്ടിയാണല്ലോ കത്ത് കൊടുത്തത്. ഇനി ആ അന്വേഷണം ഗവൺമെന്റ് നടത്തിയില്ലായിരുന്നെങ്കിൽ പറയാമായിരുന്നു
ഗവൺമെന്റ് ഇതിനകത്ത് അന്വേഷണത്തിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന് പറയാമായിരുന്നു. കത്ത് കൊടുത്ത് പിറ്റേ ദിവസം തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടു, അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ അച്യുതാനന്ദനിൽ വിശ്വാസമില്ലാത്ത, പോലീസിൽ വിശ്വാസമില്ലാത്ത, ലോകത്തൊന്നിലും വിശ്വാസമില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിയാണ് അന്വേഷണം നടത്തുന്നത്. ആകാശത്ത് നിന്ന് ദൈവം ഇറങ്ങി വന്ന് അന്വേഷണം നടത്തും? ഇല്ലല്ലോ. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു തരട്ടെ. ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ പറയുന്ന ആളുകള് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ആളുകൾ ഈ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ലേ? അവരോട് അന്വേഷിക്കണ്ടേ? കോടതിയിൽ ഒരു ഹർജി കൊടുക്കണമായിരുന്നു. പോലീസിൽ വിശ്വാസമില്ല എങ്കിൽ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടാണ് ഈ അഭിപ്രായം പറഞ്ഞെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മാനിച്ചേനെ. അപ്പൊ അതിന് പോലും തയ്യാറാകാതെ ഈ പറയുന്ന പ്രഹസനങ്ങൾ മൊത്തം, ഈ പറയുന്ന അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളുകളെ സഹായിക്കാൻ, അവർക്ക് കൂട്ടുനിൽക്കാൻ, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ഒരു അന്വേഷണം മാത്രമാണ്. അതായിരുന്നു ഉയർന്ന ചോദ്യവും. കേസ് കൊടുത്തതാകട്ടെ ആം ആദ്മി പാർട്ടിയുടെ സാറാ ജോസഫും. ഇതിലിപ്പോൾ എന്ത് ഉരുണ്ട് കളിച്ചിട്ടും കാര്യമില്ല. പണം വാങ്ങിയത് നിങ്ങളാണ്, അത് ജനത്തിനറിയാം. ഇതിൽ ഞങ്ങൾക്ക് കേരള പോലീസിലെ മികച്ച ടീം, നല്ല ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്. ഞങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ആ ടീം വേണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആകെ വിശ്വാസമുള്ള എനിക്കൊന്ന് മഹാത്മാഗാന്ധിയെ മാത്രം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രമുള്ള നോട്ട് ഇങ്ങനെ വാരി കൂട്ടുന്നത് ഈ 3 കൊല്ലത്തിനിടക്ക്. അതാ സംശയം. ഇവിടെ എന്തൊക്കെ ആരോപണം വന്നു, ആ ആരോപണത്തിൻ്റെ ഭാഗമായി പണം കൊടുത്തവർ തന്നെ തെളിവ് കൊടുക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള കേരളത്തിലെ ഈ 3 കൊല്ലത്തെ ഈ ഭരണകാലത്തുള്ള അന്വേഷണങ്ങൾ എവിടെ എത്തി? ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ആരുടെ വാക്കുകളെയാണ്? ഒറ്റ വാക്കല്ല പലപ്പോഴും ഉള്ളത്. പാർട്ടിക്ക്, പ്രത്യേകിച്ച് പാർട്ടി പ്രസിഡന്റിന് ഒരു തീരുമാനം, മുഖ്യമന്ത്രിക്ക് മറ്റൊരു തീരുമാനം, ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന കേരള കോൺഗ്രസിൻ്റെത് മറ്റൊരു തീരുമാനം. നിങ്ങൾ ഇതിൽ ആരുടെ അഭിപ്രായത്തെയാണ് ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത്? മദ്യനിരോധന സമിതി മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ VM സുധീരന്റെയും വാക്കുകളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവരത് നിസ്സാരമായിട്ട് എടുത്തായിരുന്നു എങ്കിൽ കഴിഞ്ഞ എത്ര വർഷങ്ങളായി കേരളത്തിലെ ബഹുജനം ആവശ്യപ്പെടുന്ന ഒരു കാര്യം ധീരമായി നടപ്പാക്കിയത് ആത്മാർത്ഥത കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ നമുക്കറിയാം, ഇതിനു മുൻപ് മണിച്ചൻ്റെ കഥ ആരും മറന്നുപോയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അന്ന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പേരുകൾ, ഈവൻ ശിവസേനയുടെ വരെ പേരുകൾ മണിച്ചൻ്റെ ബുക്കിലുണ്ടായിരുന്നു. എവിടെ പോയി? അപ്പോൾ ഇതുപോലെ എല്ലാ കാലത്തും അന്നത്തെ പോലെ അല്ല ഇന്നത്തെ കാര്യം. ഇന്ന് ഈ ബാർ മുതലാളികളുടെ സമസ്ത സ്വപ്നങ്ങളും അത് അസ്തമിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ കാട്ടിക്കൂട്ടുന്ന ഒരു ഭീകരമായ വിക്രിയകളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യം പുറത്തു വന്നോട്ടെ. ഞങ്ങൾ കുറ്റവാളികൾക്ക് അനുകൂലമല്ല. കുറ്റവാളികൾ ആരായാലും, അത് ഇടതായാലും വലതായാലും നടുവായാലും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആരോപണങ്ങൾ സജീവമായി നിൽക്കുന്നു. ഈ ചർച്ച നടക്കുന്ന സമയത്തും മറ്റു ആരോപണം ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നു. അന്വേഷിക്കുന്നു കേരള സമിതി ഇടവേളയ്ക്കു ശേഷം തുടരും.